മൗലവി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജെയ്ഷെ കമാൻഡറെ വധിച്ച സൈന്യം. ഓപ്പറേഷൻ ബിഹാലിൽ ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ കൂടെ വധിച്ചിരിക്കുകയാണ് സൈന്യം. ശേഷിക്കുന്ന ഭീകരർക്കായി ഉദ്ധംപൂരിലെ ബസന്ത്ഗഡ് പ്രദേശത്ത് സൈന്യത്തിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത സംഘവും ഓപ്പറേഷൻ തുടരുകയാണ്. പ്രദേശത്ത് 3 ഭീകരർ കൂടി ഉള്ളതാണ് വിവരം. ഇവരെ സൈന്യം വളഞ്ഞിട്ടുണ്ട്. മൗലവി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ജെയ്ഷെ കമാൻഡറെയാണ് സൈന്യം വധിച്ചത്. ജമ്മു മേഖലയിൽ 1 വർഷത്തോളമായി പോലീസ് നിരീക്ഷിച്ചു വരുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഈ ഭീകരർ എന്ന് ജമ്മു റേഞ്ച് IG ഭീംസൺ ടൂട്ടി പറഞ്ഞു. മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പ്രദേശം വളഞ്ഞ സൈന്യത്തിന് നേർക്ക് ഭീകരർ വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിലാണ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 33-ന് അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. അതിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംഭവം. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കാശ്മീർ പോലീസ്. തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പുവരുത്താൻ പല തലങ്ങളിലായി ക്രമപ്പെടുത്തിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പോലീസ് മേധാവി VK ബിർദി അറിയിച്ചു. അടുത്ത ആഴ്ച തുടങ്ങുന്ന അമർനാഥ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ജമ്മു കാശ്മീർ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച രീതിയിൽ പല തലത്തിലായി ആഴത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വർഷം ഒരുക്കിയത്. ഇത് തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമാക്കും. പഹൽഗാം കേന്ദ്രമായി ആരംഭിക്കുന്ന യാത്രയുടെ നൂൻവാൻ ബേസ് ക്യാമ്പ് സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. 38 ദിവസത്തെ തീർത്ഥാടനം നിലവിൽ പല മേഖലകളായി തിരിച്ചിരിക്കുകയാണ്. ഈ മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസം സുരക്ഷാ പരിശോധനകളും മോക്ക് ഡ്രില്ലും നടത്തിയിരുന്നു. ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത വർദ്ധിപ്പിക്കുകയും കൃത്യമായ രീതിയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാം, അനന്ത്നാഗ്, ഖാസി ഗുണ്ട്, പന്ത, ചൌക്ക്, സുംബാൽ എന്നീ സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ആദ്യത്തെ അമർനാഥ് തീർത്ഥാടന യാത്രയായതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പഴുതടച്ചുള്ളതായിരിക്കും. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഭീതി നിലനിൽക്കുന്നതും സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പണ്ട് കാലം മുതൽ തുടരുന്ന ഈ നിലപാട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി ഭീകര ആക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്നത് പലതവണ അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടും ഉള്ളതാണ്. കാശ്മീരിലെയോ പഞ്ചാബിലെയോ തീവ്രവാദികളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടുന്ന ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകിയിരുന്നതും ഇന്ത്യയിലെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും എത്തുന്നതും പാകിസ്ഥാനിൽ നിന്നാണ്. കാശ്മീർ, പഞ്ചാബ് സ്ഥലങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധവുമുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ചാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ തലവന്മാർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നു. നിരവധി തീവ്രവാദ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഭീകര നേതാക്കന്മാർ കൊല്ലപ്പെടുമ്പോൾ പോലും ഇന്ത്യയെ വിടാതെ പിന്തുടരുകയാണ് പാകിസ്ഥാനിലെ ഭീകരവാദം. ഇതിനെതിരെ ഇന്ത്യൻ സൈന്യം സദാസമയവും ജാഗരൂകരുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.